ഹലോ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാധാരണ വീഡിയോ പോലെയല്ല, ഇന്ന് വേറൊരു പ്രത്യേക വീഡിയോ ആണ്. ചെറിയൊരു കുക്കിംഗ് വീഡിയോ, ചെറിയൊരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ. ഞാൻ ആക്ച്വലി സാധാരണ വീട്ടിൽ കുക്കിംഗ് ചെയ്യാറുണ്ട്. ലൈക്ക് ചിക്കൻ, നൂഡിൽസ്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അത്ര വലിയ ഐറ്റംസ് ഒന്നുമല്ല, ചെറിയൊരു സിമ്പിൾ സലാഡ്, വെറൈറ്റി സലാഡ്. സാധാരണ സലാഡ് പോലെയല്ല, ക്യാരറ്റും മാങ്ങി വെച്ചിട്ടുള്ളൊരു സലാഡ്. എന്തായാലും നമുക്കത് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് മാങ്ങയും ക്യാരറ്റാണ്. ക്യാരറ്റ് അത് പ്രത്യേക ഒരു ഫ്ലേവറാണ്. സാധാരണ നമ്മുടെ സലാഡും ക്യാരറ്റ്, സവോള, തക്കാളി അങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നില്ല. ഒരു മാങ്ങയും ക്യാരറ്റ് വെച്ചൊരു സിമ്പിളാണ്, എന്നാൽ പ്രത്യേക നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഇതാണ്. എന്തായാലും അതിൻ്റെ പിന്നെ ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് ഉപ്പ്, മുളക്, വിനാഗിരി അതൊക്കെയാണ്. എന്തായാലും അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിതിൽ മാങ്ങ എടുക്കുമ്പോൾ ചെറുതായിട്ട് പഴുത്ത മാങ്ങ എടുത്തോളാം, അതൊരു രുചി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് പഴുത്തല്ല, ചെറുതായിട്ട് പഴുത്ത് വരില്ലേ, ചെറിയൊരു മഞ്ഞ കളറ്, അങ്ങനെയുള്ള മാങ്ങ കൂടുതൽ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ആദ്യം നമുക്ക് ക്യാരറ്റും മാങ്ങയും നല്ല കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിയണം. സാധാരണ നമ്മൾ സ്ക്വയർ പോലെയല്ല, നീളത്തിൽ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ അങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ ക്യാരറ്റും മാങ്ങയും നീളത്തിൽ അരിഞ്ഞെടുക്കാം. സാധാരണ നമ്മുടെ സ്ക്വയർ ഷേപ്പല്ല, നീളത്തിൽ. നമ്മുടെ മറ്റേ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു എത്ര 400 ഉള്ളിൽ മറ്റേ മൾട്ടി പർപ്പസ് കട്ടർ വരും. എല്ലാ ഷേപ്പും, നീളം, സ്ക്വയർ എല്ലാ ഷേപ്പിലും കട്ട് ചെയ്യണ അതുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാം അതിപ്പോൾ ഇല്ല, നമ്മൾ കുറേ കാലം വാങ്ങാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്തായാലും ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, കത്തി വെച്ച്. ഇനി നമുക്ക് ഇതിലേക്കൊരു ചെറിയ സവോള ആഡ് ചെയ്യാം. നമ്മളെടുത്തത് 3 ക്യാരറ്റും 3 മാങ്ങയാണ്. അപ്പം 3 മീഡിയം ക്യാരറ്റും 3 ചെറിയ മാങ്ങ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഫുൾ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടറിയാം. ഇപ്പോൾ 2 ക്യാരറ്റ് ഒക്കെയാണ് എടുക്കുകയാണെങ്കിൽ ഫുള്ള് വേണ്ട, അര സവോള എടുത്താൽ മതി. നമുക്കിത് അറിയാം. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചാൽ ക്യാരറ്റും മാങ്ങയും നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് സവോള ഇടാം. പിന്നെ അരിഞ്ഞ് വെച്ച 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കളറിനായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം, ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് നമ്മൾ സാധാ സലാഡ് തിരുമ്പി എടുക്കണ പോലെ ഇത് നമുക്കൊന്ന് തിരുമ്പി എടുക്കാം.
നല്ല രീതിയിലൊന്ന് മിക്സ് ആവുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിലേക്ക് തേൻ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേനില്ലെങ്കിൽ പഞ്ചസാര ലായനി ഒഴിച്ചാലും മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഒരു ചെറിയൊരു മധുരവും ആ പഴുത്ത വാങ്ങിക്കേണ്ട ഒരു ചെറിയ മധുരവും പിന്നെ ആ ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവറും ഒരു ചൈനീസ് അല്ല ഒരു പ്രത്യേകത നല്ല ടേസ്റ്റുള്ളൊരു സലാഡാണ്. എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.